നമസ്കാരം. പത്തനംതിട്ട വനിതാ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ഗീത ജോലിക്കിടെ കുഴഞ്ഞു വീണു. മേലുദ്യോഗസ്ഥയുടെ മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് കുഴഞ്ഞു വീണതെന്നാണ് ഗീതയുടെ മൊഴി. ഇന്ന് വൈകിട്ടാണ് സംഭവം. വനിതാ പോലീസ് സ്റ്റേഷൻ SHO KR ഷെമിയോൾ തുടർച്ചയായി മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും ഇവിടെ നിന്നും സ്ഥലമാറ്റം വേണമെന്നും ആവശ്യപ്പെട്ട് ഗീത SP-ക്ക് അപേക്ഷ നൽകിയിരുന്നു. ഇതിന്റെ പേരിലും പീഡനം തുടർന്നുവെന്ന് പറയുന്നു. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് പത്തനാപുരം സ്വദേശിയായ ഷെമിമോൾ. മുൻപ് പല വിവാദങ്ങളും ഇവരുടെ പേരിലുണ്ടായിരുന്നു. ഭർത്താവിനെ കൊന്നു കുഴിച്ചുമൂടിയെന്ന യുവതിയുടെ വെളിപ്പെടുത്തലിൽ അടൂരിലുള്ള വീട് കുഴിച്ചത് ഷെമിമോളുടെ എടുത്തുചാട്ടത്തിന്റെ ഫലമായിരുന്നു. കൊല്ലപ്പെട്ടുവെന്ന് പറഞ്ഞ യുവാവ് പിറ്റേന്ന് തൊടുപുഴയിൽ പ്രത്യക്ഷപ്പെട്ടത് പോലീസ് സേനയ്ക്ക് ഒന്നടങ്കം നാണക്കേടുണ്ടാക്കി. യുവതിയുടെ മൊഴി നേരാവണ്ണം പരിശോധിക്കാതെ ചാടിപ്പുറപ്പെടുകയും വീട് കുഴിക്കുകയും ചെയ്തതാണ് പോലീസിന് നാണക്കേടായത്. മൊഴി നൽകിയ യുവതിയും കുഴിക്കപ്പെട്ട വീടിന്റെ ഉടമസ്ഥനും പിന്നീട് പോലീസിനെതിരെ തിരിഞ്ഞു. പത്തനാപുരത്തെ CPM നേതാവാണ് ഷെമിമോളുടെ ഭർത്താവ് എന്ന് പറയുന്നു. ഇയാളുടെ സാന്നിധ്യത്തിൽ ഒരു പോക്സോ കേസിൽ അതിജീവിതയുടെ മൊഴി ഷെമിമോൾ രേഖപ്പെടുത്തിയിരുന്നുവെന്നും ആക്ഷേപം ഉയർന്നെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം മൂലം അട്ടിമറിക്കപ്പെട്ടു. കഴിഞ്ഞ മാസം രജിസ്റ്റർ ചെയ്ത പ്രമാദമായ പത്തനംതിട്ട പീഡനക്കേസിലും ഷെമിമോളുടെ ഇടപെടൽ സംശയിക്കപ്പെടുന്നുണ്ട്. ചില പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടന്നുവെന്നും ആരോപണമുയരുന്നു. ഇതെല്ലാം അന്വേഷിക്കണമെന്ന ആവശ്യവുമായി പോലീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നു. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതാവ് എന്ന പദവി ഉപയോഗിച്ചാണ് ഷെമിമോൾ പലപ്പോഴും പരാതികളിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്നാണ് പോലീസ് അസോസിയേഷന്റെ ആരോപണം. ബന്ധുവായ മറ്റൊരു SIയും ഇവരെ സംരക്ഷിക്കുന്നതിനായി രംഗത്തുണ്ടെന്ന് പറയുന്നു. പത്തനംതിട്ട വനിതാ സ്റ്റേഷനിൽ ജനറൽ ഡയറിക്കും പാറാവിനും അംഗബലം കുറവാണ്. ആകെയുള്ള 4 പേർ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടതായി വരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി CPO ഗീത പോലീസ് അസോസിയേഷന് പരാതി നൽകിയിരുന്നു. അംഗബലം വർദ്ധിപ്പിക്കുന്നതിന് അസോസിയേഷൻ ഇടപെടുകയും ചെയ്തു. ഇതാണ് SI ഷെമിമോളെ പ്രകോപിപ്പിച്ചതെന്ന് പറയുന്നു. ഇതോടെ ഗീതയ്ക്ക് നേരെ മാനസിക പീഡനം തുടങ്ങിയെന്നാണ് പരാതി. ഒരു കാരണവശാലും ജോലി ചെയ്യാൻ കഴിയാതെ വന്നതോടെ ഇവർ വനിതാ സ്റ്റേഷനിൽ നിന്ന് മാറ്റം ആവശ്യപ്പെട്ട് SP-ക്ക് അപേക്ഷ നൽകി. ഈ വിവരം അറിഞ്ഞതോടെ SIയുടെ മാനസിക പീഡനം വർദ്ധിച്ചു. ഇത് താങ്ങാൻ കഴിയാതെ വന്നതോടെ സ്റ്റേഷനിൽ കൊഴിഞ്ഞു വീഴുകയായിരുന്നുവെന്നാണ് ഗീത സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത്.